ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന കേരളത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവമായി കേരള സ്റ്റോറി 2-ലെ ട്രെയിലറിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ സീനിന് യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടോ? ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിച്ചതായുള്ള ഒരു കേസ് പോലും കേരളത്തിൽ ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കുകയില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ അത്തരത്തിലുള്ള ഒരു കോർട്ട് കേസോ FIRO വളരെ വിരളമാണ്. മറിച്ച് നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കുകയാണെങ്കിൽ ധാരാളം നിരപരാധികളെ ഗോവധം നടത്തി എന്ന പേരിലും ഗോമാംസം കടത്തി എന്ന ആരോപണത്തിലൂടെയും കൊല്ലുന്നത് വരെ നമുക്ക് കാണാൻ സാധിക്കും. 2015 സെപ്റ്റംബർ 28-ന് ഉത്തർപ്രദേശിലെ ദാദ്രിക്ക് അടുത്തുള്ള ബിഷാദ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന 52 വയസ്സുകാരനായ മുഹമ്മദ് അഖ്ലാഖിനെതിരെ അയാളുടെ അയൽവാസി കാണാതായ ഒരു കാളക്കുട്ടിയെ മോഷ്ടിച്ച് കശാപ്പ് ചെയ്തു എന്നാരോപിക്കുന്നു. ഇതറിഞ്ഞുകൂടിയ ആൾക്കൂട്ടം അവരുടെ വീട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും അഖ്ലാഖിന്റെ കുടുംബം ഇത് നിഷേധിക്കുകയും തങ്ങളുടെ പക്കൽ മട്ടനാണുള്ളതെന്ന് പറയുകയും ചെയ്യുന്നു. തുടർന്ന് രാത്രി 10:30-ഓടെ അഖ്ലാഖിന്റെ വീടിന്റെ മുമ്പിൽ ഒത്തുകൂടിയ രോഷാകുലരായ ജനക്കൂട്ടം വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മാംസം പിടിച്ചെടുക്കുകയും ആ കുടുംബത്തെ വെളിയിലോട്ട് വലിച്ചിടുകയും മുഹമ്മദ് അഖ്ലാഖിനെയും അദ്ദേഹത്തിന്റെ 22 വയസ്സുകാരനായ മകൻ ഡാനിഷിനെയും ഇഷ്ടികകൾ കൊണ്ട് അടിക്കുകയും കുത്തുകയും മാരകമായി അവർ ആക്രമിക്കുകയും ചെയ്യുന്നു. 1 മണിക്കൂറിന് ശേഷം പോലീസ് അവിടെ എത്തുകയും അപ്പോഴത്തേക്ക് 52-കാരനായ അഖ്ലാഖ് മരണപ്പെടുകയും ഡാനിഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ടായി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അഖ്ലാഖിന്റെ പക്കലുണ്ടായിരുന്നത് മട്ടനായിരുന്നു എന്ന് തെളിയുകയും പ്രാദേശിക BJP നേതാവിന്റെ മകനായ വിശാൽ സിംഗ് റാണ അടക്കം 19 പേർക്കെതിരെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു.